മണ്ടാരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉഷയുടെ ബന്ധു ജോയ്സി ആവശ്യപ്പെടുന്നു. ഉഷയുടെ മൂത്രസഞ്ചിയിൽ കത്രിക കൊണ്ട് മുറിവേറ്റു, കത്രിക ദ്രവിച്ച് ഒടിഞ്ഞു. ഡോക്ടർ ലളിതാംബികയാണ് ഉഷയുടെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിയെന്നും ജോയ്സി ആരോപിക്കുന്നു. ഐസിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി ഛർദിക്കുകയൊക്കെ ചെയ്ത് വെള്ളം കൊടുത്തതിന് ശേഷം അങ്ങനെ ഒമറ്റ് ചെയ്തായിരുന്നു. അത് മയക്കത്തിൻ്റെതാണെന്നാണ് പറഞ്ഞത്. അത് ഇനി ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വെള്ളമൊന്നും കുടിക്കാണ്ട് കിടക്കുമല്ലേ, അതിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല. ഐസിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റും, ഇന്ന് അറിയാൻ പറ്റും വാർഡിലോട്ട് മാറ്റുന്നത്. കത്രികയിൽ നിന്നുള്ള മുറിവ്, ആ വശത്തെ മുറിവാണ്. ആ മുറിവിൽ നിന്നാണ് ഈ മൂത്രത്തിൽ ബ്ലഡ് വരാൻ തുടങ്ങിയത്. അതാ ഇവൾ അനങ്ങുന്ന അനുസരിച്ചാണ് അതിന് മുറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞതാണ്. അത് ഡോക്ടർ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഡോക്ടറുടെ വയറ്റിലൊന്ന് ഇട്ട് നോക്കിച്ചും ഡോക്ടർ അത് പരീക്ഷിക്കേണ്ടത്. ജനങ്ങളുടെ വയറ്റിലല്ല അത് നിഷേധിച്ചിട്ട് ഇത് ചെയ്യേണ്ട കാര്യം. പിന്നെ അങ്ങനെ ഒരു കത്രിക കാണാനില്ലെന്ന് ഡോക്ടർ, അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗി ആ കത്രിക എടുത്ത് വയറ്റിലിടുക. മയക്കത്തിൽ കിടക്കുന്ന ഒരു രോഗിയാണ്. അപ്പോൾ ആ രോഗിക്ക് അത് ചെയ്യാൻ പറ്റുമോ കത്രിക? ഡോക്ടർ ചെയ്ത കുറ്റം ഡോക്ടർ മറ്റുള്ളവരുടെ തലയിലോട്ട് വെക്കേണ്ട കാര്യമില്ല. ഡോക്ടറാണ് അതിന് കുറ്റം ഏൽക്കേണ്ടത്. ഇത് നാളെ വേറൊരു രോഗികൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. ഇന്നലെയും നടന്നൊരു കുത്തിവെപ്പ് ഇഞ്ചക്ഷൻ മാറി കുത്തിവെച്ചതൊക്കെ ഇന്നലെയും നടന്നിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണം. കാര്യം ഇത്രയും വർഷം ആ ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഒത്തിരി മരുന്ന് മേടിക്കുകയും പിന്നെ ഒത്തിരി കാശ് മുടക്കിയിട്ടുണ്ട്. അവൾ അതുപോലെ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഈ രോഗിക്ക് വേറൊരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ഇത്. കാരണം മൂത്രസഞ്ചിയിലൊക്കെ ഒരു മുറിവേൽക്കെന്ന് പറഞ്ഞാൽ പിന്നീട് അത് പ്രശ്നമൊക്കെ തന്നെ ആയിരിക്കും. നീതി വേണം, നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്.